ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന് സ്തുതി പാടിട മനവീണകൾ മീട്ടിപ്പാടിട മമനാഥന് സ്തുതി പാടിട മനവീണകൾ മീട്ടിപ്പാടിട ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന് സ്തുതി പാടിട മനവീണകൾ മീട്ടിപ്പാടിട മമനാഥന് സ്തുതി പാടിട മനവീണകൾ മീട്ടിപ്പാടിട. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നാഥ, വരയണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളെ അനുഗ്രഹമാക്കാൻ വേണ്ടി നിധി കണ്ടെത്തിയവൻ്റെ മനസ്സോടുകൂടിയിട്ടാണ് ഞങ്ങളെ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധാനത്ത് വ്യാപരിക്കുന്നത്. എല്ലാവരും ഹൃദയം തുറന്ന് ഈശോയെ വിളിച്ചേ. നാഥ, വരയണമേ, എന്നിൽ നിറയണമേ, എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ, എൻ്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കർമ്മവീഥികളിലേക്ക് കൃപയുടെ അഭിഷേകത്തിൻ്റെ പറ്റാത്ത പ്രവാഹമുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ ദാഹത്തോടെ ഈശോയെ നോക്കി നാഥ വരേണമേ. നാഥ വരേണമേ, എന്നിൽ നിറയണമേ. എല്ലാവരും ചേർന്ന് പഠിക്കേ. നാഥ വരേണമേ, എന്നിൽ നിറയണമേ. ഇപ്പോൾ ആവശ്യമുള്ള ആത്മീയ ഭൗതിക കൃപകളൊക്കെ നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. നാഥ വരേണമേ, എന്നിൽ നിറയണമേ. എൻ്റെ ബുദ്ധിയിലും ചിന്തയിലും വികാരങ്ങളിലും വിചാരങ്ങളിലും സമസ്ത മേഖലകളിലും തമ്പുരാന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നാഥ വരേണമേ, എന്നിൽ നിറയണമേ. ഓരോ കോശത്തിലും സൗഖ്യമായും അഭിഷേകമായും അനുഗ്രഹമായും തമ്പുരാൻ നിറയുന്നു എന്നുള്ള വിശ്വാസത്തോടെ അതിനായുള്ള ദാഹത്തോടെ കൊതിയോടെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. നാഥ വരേണമേ, എന്നിൽ നിറയണമേ. നാഥ വരേണമേ, സൗഖ്യം തരയണമേ. നാഥ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാ രോഗപീഠകളിലേക്കും തമ്പുരാന്റെ കൃപയൊഴുകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നാഥ വരേണമേ, സൗഖ്യം തരേണമേ. വേദന മാറ്റണമേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും എല്ലാ നൊമ്പരങ്ങളും മുറിവേറ്റ അനുഭവങ്ങൾ മുറിവേകിയുള്ള ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും മാറാൻ വേദന മാറ്റണമേ തമ്പുരാനെ എന്ന് ഹൃദയപൂർവ്വം ഈശോയോട് നമുക്ക് നാഥ വരേണമേ പാടി പ്രാർത്ഥിക്കാം. നാഥ വരേണമേ, വേദന മാറ്റണമേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. നാഥ വരേണമേ, വേദന മാറ്റണമേ. കൃപകൾ നിറയാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ വലിയ കൃപയൊഴുകാൻ കൃപകൾ ചൊരിയണമേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ പങ്കാളിയിലേക്ക്, എൻ്റെ മക്കളിലേക്ക്. ഹൃദയപൂർവ്വം നാഥ വരേണമേ, കൃപകൾ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ വരേണമേ, കൃപകൾ ചൊരിയ
വരേണമേ നാഥാ വരേണമേ കൃപകൾ ചൊരിയണമേ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ മറ്റുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. കാർഡിനൽ ന്യൂമാൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാനൊരു വലിയ നിധി കണ്ടെത്തി. അത് പരിശുദ്ധ കുർബാനയാണ്. അങ്ങനെയാണ് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും ഈ കാർഡിനൽ കത്തോലിക്ക സഭയിൽ അംഗമായി മാറുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഈ പുണ്യാനുഗ്രഹത്തെ കണ്ടെത്താൻ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്നേഹവും ഉണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കരുതലും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ പഠിപ്പിച്ചത് പരിശുദ്ധ കുർബാനയിൽ ലഭിക്കാത്തതായി ജീവിതത്തിൽ എന്താ ഉള്ളേ, പരിശുദ്ധ കുർബാനയിൽ സംലഭ്യമല്ലാത്തതായി എന്താ ഉള്ളേ. ഇന്നോളം നീ ചോദിച്ചവയൊക്കെയും കുർബാനയിലെ തമ്പുരാൻ നൽകിയിട്ടുണ്ട്, നൽകാൻ സന്നദ്ധനുമാണ്. അപ്പം നീ ചോദിക്കും, ചോദിച്ച പലതും കിട്ടിയിട്ടില്ലല്ലോ. ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ പറയുന്നു, മറുപടി സ്വീകരിക്കാൻ തക്ക വിധമുള്ള യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത്. കർത്താവേ, അയോഗ്യതയോടുകൂടിയിട്ട് ഈ അപ്പം സ്വീകരിക്കുന്നവൻ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത് എന്ന് 1 കൊറിന്തോസ് 11:27 മുതൽ തിരുവചനത്തിൽ അങ്ങ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിച്ചാൽ അവർ ശിക്ഷാവിധി സ്വീകരിക്കണം. 29-ഉം 30-ഉം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും: നിങ്ങളിൽ പലരും രോഗികളായതും മരിക്കാനിടയായതും അയോഗ്യമായിട്ടുള്ള ഈ അപ്പത്തിൻ്റെ സ്വീകരണം കൊണ്ട് നമുക്കും യോഗ്യതയോടെ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കാൻ വേണ്ടി എൻ്റെ അയോഗ്യതകളിലേക്കും എൻ്റെ കുറവിലേക്കും കർത്താവേ, നിധിയായ എൻ്റെ തമ്പുരാനെ കൃപയൊടുക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ തുറന്നു പിടിച്ച്, നാഥ വരയണമേ, എന്നിൽ നിറയണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ, നൊമ്പരങ്ങളിൽ പലപ്പോഴും ഞാൻ പതറിപ്പോകുന്നത് ജീവിതത്തിൻ്റെ ഇത്തരം അനുഭവങ്ങളിലാണ്. ഇത്രമാത്രം ദൈവത്തോട് ചേർന്ന് നന്നായി ജീവിച്ചിട്ടും പ്രാർത്ഥനയിലൊക്കെ പങ്കാളികളായിട്ടും പാഴ്വാക്കുകളില്ലാതെ ജീവിതത്തിൻ്റെ വഴികളെ ക്രമീകരിച്ചിട്ടും പരിഭവങ്ങളും പരാതിയുമില്ലാതെ സന്നിധാനത്ത് വ്യാപരിച്ചിട്ടും എൻ്റെ ജീവിതത്തിന് വന്നുപിഴച്ചതൊക്കെ ഇത്തരം ദുരനുഭവങ്ങളാണല്ലോ എന്നുള്ള സങ്കടത്തിൻ്റെ കഥ പറയുന്നവരോട് ഈ കാരുണ്യരൂപൻ ഒന്നേ പറയാനുള്ളൂ: ചങ്കുപൊട്ടി വിളിച്ചാൽ ഈ തമ്പുരാൻ കടന്നു വരും. നീ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിലാണെങ്കിലും അവിടെ കടന്നു വരാൻ, അടച്ചിട്ട വാതിലുകൾക്കപ്പുറം കടന്നു വരാൻ, കൊട്ടിയടയ്ക്കപ്പെട്ട ജീവിതങ്ങളിൽ പോലും തുറന്നു കൊടുത്താൽ അകത്ത് പ്രവേശിക്കാൻ വെളിപാട് 3:20 ഓർമ്മപ്പെടുത്തും പോലെ വാതിൽക്കൽ മുട്ടി ഇതാവിടുന്ന് കാത്തിരിക്കുക. തുറന്നു കൊടുക്കാം, വിട്ടുകൊടുക്കാം നമുക്ക് നമ്മളെ തന്നെ. ഇരുകരങ്ങളും ഒന്ന് തുറന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട്, നാഥ വരയണമേ എന്ന വരികൾ ഒരിക്കൽ കൂടെ സ്നേഹത്തോടൊന്ന് പാടിക്ക്. ഉള്ളിൽ തട്ടുന്ന വിധം, ഹൃദയാന്തരാളത്തിൽ ആത്മാർത്ഥത തുടിക്കുന്ന വിധം ഈശോയോട് നമുക്കൊന്ന് പാടാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, നേർവഴി കാട്ടണമേ. നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, നേർവഴി
നേർവഴി കാട്ടേണമേ. ജീവിതത്തിന്റെ എല്ലാ വഴികളിലും തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടാകാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ നാഥാ വരേണമേ, നേർവഴി കാട്ടേണമേ. ജീവൻ പകരണമേ. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും തളർന്നു പോകുന്നു. സങ്കടം നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നു. ബന്ധനങ്ങൾ നമുക്ക് കുരുക്കായിട്ട് മാറുന്നു. സൗഹൃദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളായിട്ടൊക്കെ മാറ്റപ്പെടുമ്പം തമ്പുരാനെ ബന്ധനം അഴിയാൻ വേണ്ടിയിട്ട്, കെട്ടുകൾ പൊട്ടാൻ വേണ്ടിയിട്ട്, കൃപകൾ നിറയാൻ വേണ്ടിയിട്ട് നാഥാ വരേണമേ, ഞങ്ങളുടെ ജീവൻ പകരണമേ എന്ന് ഹൃദയപൂർവ്വം എന്നിൽ കെട്ടടഞ്ഞു പോയതും അണഞ്ഞു പോകാനുള്ളയുള്ളതും ജീവിതത്തിൽ പലപ്പോഴും എന്നെ പരാജയപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളിലേക്കൊക്കെ ജീവന്റെ കൈമാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നാഥാ വരേണമേ, ജീവൻ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ വരേണമേ, ജീവൻ പകരണമേ. എല്ലാവരും ചേർന്ന് നാഥാ വരേണമേ, ജീവൻ പകരണമേ. എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമായിട്ട് അവിടുത്തെ വചനം കിട്ടാൻ ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ നട്ടം തിരിയുമ്പം ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന പ്രവാചക വചനത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ കേൾവിപ്പുറകിൽ ജീവിതത്തിൻ്റെ ചുവട് വയ്ക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നാഥാ വരേണമേ, വചനം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വചനം അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വെളിപാട് നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശാബോധങ്ങളെ യാത്രയിൽ ഇടറി വീഴാവുന്ന, പതറിപ്പോകാവുന്ന, പകച്ചു നിൽക്കുന്ന അനുഭവങ്ങളിലേക്കൊക്കെ കർത്താവേ, ഈ ദിവ്യകാരുണ്യം വലിയ വചനാഭിഷേകമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട്, നല്ല വെട്ടവും ബോധ്യവും ലഭിക്കാൻ വേണ്ടിയിട്ട് നാഥാ വരേണമേ, വചനം നൽകണമേ. ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളെയും നവീകരിക്കാൻ, നിയന്ത്രിക്കാൻ ആവശ്യമായത് പ്രാർത്ഥിക്കാം നമുക്ക്. നാഥാ വരേണമേ, വചനം നൽകണമേ. എല്ലാവരും ചേർന്ന് നാഥാ വരേണമേ, വചനം നൽകണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പതിരപ്പിയ പുണ്യവാന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലില്ലേ? സൂര്യനുദിക്കാത്തൊരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ കഴിയും, എന്നാൽ കുർബാനയില്ലാതെ എനിക്കൊരു ദിവസം ജീവിക്കാനാവില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു. കൊതി തീരുന്നില്ല കുർബാനയർപ്പിച്ച്. 5-6 മണിക്കൂർ ദൈർഘ്യത്തിൽ ബലിയർപ്പിച്ചിട്ടും മതിവരാതെ, മനസ്സുമടുക്കാതെ, അതിൻ്റെ പേരിൽ അപവാദങ്ങളും അപരാധങ്ങളും ചാർത്തപ്പെട്ടപ്പോഴും പരിഭവങ്ങളില്ലാതെ ആ ഒറ്റമുറിക്കകത്തിരുന്ന് ഒരു മടിയും കൂടാതെ ഒട്ടും ദൈർഘ്യം കുറയാതെ ബലിയർപ്പിച്ചതിൻ്റെ ആത്മബലം. ഫിലിപ്പിനേരി പുണ്യവാൻ്റെ ജീവിതം നമ്മുടെ ഹൃദയത്തിൽ കുറിക്കണേ. തമ്പുരാനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം വീർത്തു വാരിയല്ല പൊട്ടിയ വിശുദ്ധൻ. സ്നേഹമെങ്ങനെ ഉള്ളിൽ തുടിക്കുമ്പം ആ സ്നേഹിതൻ്റെ മുൻപിൽ വന്നണയാതിരിക്കാനാവില്ല, അകലങ്ങളിലായിരിക്കാനാവില്ല. അത്രയ്ക്കടുപ്പത്തില സന്നിധാനത്ത് വ്യാപരിച്ചു വെക്കുകയും. ഓർക്കണം, ഇത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധിയാണ്. അതുകൊണ്ടാണ് പതിരപ്പിയ പുണ്യം പറഞ്ഞേ, ലോകത്തിൻ്റെ മുഴുവൻ ആനന്ദങ്ങളും അനുഭവിച്ചുകൊണ്ട് 1000 ആണ്ടു ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ഈ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ 1 മണിക്കൂർ ഇരിക്കുന്നത്. ഇവിടെ എത്രയോ ഭാഗ്യപ്പെട്ടവരാ. ഓൺലൈനിലൂടെയാണെങ്കിലും നാഥൻ്റെ അരികിൽ ഇങ്ങനെ അടുപ്പത്തോടെ ആയിരിക്കാൻ കിട്ടുന്ന അസുലഭമായ ഭാഗ്യത്തിൻ്റെ അവകാശികളല്ലേ നമ്മൾ. പക്ഷെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ മറക്കില്ല. ആര് മറന്നാലും മറക്കാത്തവനാ, അന്ത്യത്തോളം കൂടെ നിൽക്കുന്നവനാ. ലോകത്തിൽ ആരൊക്കെ നിന്നെ മറന്നാലും മറക്കാത്ത ഈ സ്നേഹിതൻ, ഈ കൂട്ടുകാരൻ ആ ഈശോയെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ഈശോയെ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവിതം നിൻ്റെ ദാനമാണ്, എൻ്റെ സർവ്വതം നിൻ്റെ ദാനമാണ്. ഒന്നും ഞാൻ നേടിയതൊന്നുമല്ല, എല്ലാം നീ ഔദാര്യപൂർവ്വം എൻ്റെ മുമ്പിൽ വച്ചു നീട്ടിയതല്ലേ. പൗലോസ് ഓർമ്മപ്പെടുത്തണല്ലേ 1 കൊരിന്ത്യർ 4:7 സ്വന്തം എന്ന് അവകാശപ്പെടാൻ എന്താ ഉള്ളേ? എല്ലാം ദാനമായിരിക്കെ.
തമ്പുരാൻ്റെ ഈ ദിവ്യകാരുണ്യമെന്ന മഹാദാനത്തിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞത്, പരിശുദ്ധ കുർബാനയെ ശരിക്കും മനസ്സിലാക്കിയ നീ ആനന്ദം കൊണ്ട് മരിക്കും. ഈ ദിവ്യകാരുണ്യനാഥനെ ഹൃദയം കൊണ്ടൊന്ന് അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ ആഗ്രഹിച്ച് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ചങ്കു പറിച്ച് നൽകാൻ തക്ക വിധം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നിന്നെ വിട്ടകലാൻ ഇടയാകുമ്പോഴും എന്നെ വിട്ടുപിരിയാത്ത എൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലെങ്കിലും ഞാനൊന്ന് പാടിക്കോട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതെൻ്റെ ഉള്ളിൻ്റെ പ്രാർത്ഥനയാവട്ടെ, അതെൻ്റെ ഹൃദയത്തിൻ്റെ സ്വാധീനമാവട്ടെ. സ്നേഹപൂർവ്വം ഈശോയോട് പറയാം, ഈശോയെ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. എൻ ജീവിതം നിന്റെ ദാനം, എൻ സർവ്വവും നിന്റെ ദാനം. എല്ലാം നൽകുന്ന നാഥ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. എല്ലാവരും ചേർന്ന് പാടിക്കേ. നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയെ, ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. എൻ ജീവിതം നിന്റെ ദാനം, എൻ സർവ്വവും നിന്റെ ദാനം. എല്ലാം നൽകുന്ന നാഥ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. നിന്നെ എനിക്കെന്തൊരിഷ്ടം. നിന്നെ എനിക്കെന്തൊരിഷ്ടം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്തസാക്ഷിത്വം പോലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒന്നുമല്ലെന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകൾ. ജീവിച്ചിരിക്കുമ്പം ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി വിരോചിതമായിട്ട് ചെയ്യുന്ന ആത്മസമർപ്പണമാണ് രക്തസാക്ഷിത്വം. ചിലരൊക്കെ വൈറ്റ് മാർട്ടിഡം, പ്രത്യക്ഷത്തിൽ ചോരചന്തി രക്തസാക്ഷിയാകുന്നില്ലെങ്കിലും ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തു സ്നേഹത്തെ പ്രതി ഒരുപാട് ഹൃദയവ്യഥ അനുഭവിക്കുന്നുണ്ട്. സാക്ഷ്യജീവിതത്തിന് വേണ്ടി വല്ലാണ്ട് നൊമ്പരപ്പെടുന്നുണ്ട്. പങ്കാളിക്കും മക്കൾക്കും വിശ്വാസമില്ലാത്ത ഒരു കുടുംബത്തിൽ ഒരമ്മ കടന്നു പോകുന്ന നൊമ്പരത്തെക്കുറിച്ച് ഓർക്കുക. വല്ലാണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നേ. സമ്പത്തിന് കുറവില്ല, സൗകര്യങ്ങളൊട്ടും അവിടെ പരിമിതമാക്കപ്പെടുന്നില്ല, മറ്റെല്ലാം ഉണ്ട്. ഈ സഹോദരി ചങ്കുപൊട്ടി പറഞ്ഞൊരു കാര്യം, അതെല്ലാം ഉണ്ടായിട്ടും എന്ത് കാര്യാച്ച? വിശ്വാസമില്ല, കുർബാനയിൽ പങ്കെടുക്കില്ല, ആത്മീയ കർമ്മങ്ങളോട് പുച്ഛമാണ്. മക്കൾക്ക് മുൻപിൽ വെച്ച് പോലും വിശുദ്ധ കുർബാനയെയും ജപമാലയെയും ആത്മീയ കർമ്മങ്ങളെയും അത് പാഴ്വേലയാണെന്നൊക്കെ പറയുമ്പം കൊരുന്ന ജീവിതങ്ങളിലേക്ക് ഈ അപ്പൻ കൈമാറുന്നത് വിശ്വാസത്തിന് വിഘാതമായിട്ടുള്ള ഭയാനകമായ ദുരന്തം വരുത്തി വയ്ക്കുന്ന ചില അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷിത്വത്തെക്കാൾ വലുതാണ് കുർബാന. നോർത്ത് നോക്കി, ആ കുർബാനയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിൻ്റെ മുമ്പിലല്ലേ നമ്മൾ നിൽക്കണേ. ഇതിലും വലിയൊരു സമ്മാനത്തിനു വേണ്ടി നമ്മളിങ്ങനെ നെട്ടോട്ടോടുമ്പം സ്നേഹപൂർവ്വം നമ്മളെ വിളിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ദിവ്യകാരുണ്യമാണ് എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ സർവസ്വവും.
ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ലഭിക്കാത്തതായിട്ട് എന്താ ഉള്ളേ? അതാണ് ബെനഡിക്റ്റ് പാപ്പയുടെ വാക്കുകൾ. ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജ സ്രോതസ്സാണ്. ഇതൊരു പവർ ബാങ്കാണ്, ഇതൊരു പവർ സ്റ്റേഷനാണ്. ഇവിടെ ഉത്തരമില്ലാത്തതോ അപരിഹാര്യമായതോ ഒന്നുമില്ല. ഒന്ന് മാത്രം ചെയ്താൽ മതി, ചേർന്ന് നിൽക്കണം, ഒട്ടി നിൽക്കണം ദിവ്യകാരുണ്യത്തോട്. കരങ്ങളൊന്ന് ഈശോയുടെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച്, ഈശോയെ ഞാനിതാ തീരുമാനിക്കണം, ഞാനിതാ ഉറപ്പിച്ച് പറയുന്നു, ജീവിതത്തിൽ അങ്ങയെ പിരിഞ്ഞൊരു ജീവിതമില്ല, അങ്ങയെ വിട്ടു പോകില്ല, ഒരിക്കലും എന്നിൽ നിന്നും അകലല്ല ഈശോയെ. ഞാനിതാ സ്നേഹത്തോടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്, തീരുമാനങ്ങളെ മുഴുവനും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, തിരുത്തേണ്ട ഇടങ്ങളെ മുഴുവനും തിരുത്താനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ജീവിതയാത്രയ്ക്ക് വേണ്ട കരുത്തായിട്ട് ഈ ദിവ്യകാരുണ്യം മാറണമേ എന്നാഗ്രഹിച്ചുകൊണ്ട്, മാറ്റണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, മഹത്വം കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന ആരാധന. ഹല്ലേലൂയ സ്തോത്രം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, മഹത്വം കർത്താവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, മഹത്വം മഹത്വം കർത്താവേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം, മഹത്വം കർത്താവേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു ഈശോയേ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം, മഹത്വം 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 കർത്താവേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. യേശുവേ സ്തോത്രം, മഹത്വം മഹത്വം കർത്താവേ നന്ദി. ഈശോയേ നിൻ നിത്യസ്നേഹം തന്നെന്നെ നീ നിന്റേതാക്കി, ഇല്ലില്ല ആർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ, ഇല്ലില്ല ആർക്കും സാധ്യമേ അല്ല ഈ ബന്ധം വേർപിരിക്കാൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പം ഒരു നിധി കണ്ടെത്തിയവൻ്റെ മനസ്സ് നമുക്കുണ്ടോ? നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് ഈ കണ്ടെത്തിയ നിധിക്ക് വേണ്ടിയിട്ട് സർവം സമർപ്പിക്കാൻ സന്നദ്ധമാവുന്നു. ഓർക്കണേ, അതൊരു ബോധ്യമാവട്ടെ, അതൊരു ഹൃദയത്തിൻ്റെ തീരുമാനമാവട്ടെ. ആളുകൾ ഇങ്ങനെ കൊതിയോടെ കുർബാനയ്ക്ക് വേണ്ടി നടക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ ദേശത്ത് തന്നെ പലയിടങ്ങളുമുണ്ട്. നാം ഇങ്ങനെ ഇത് കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും എത്രയോ അവഗണിച്ചു. ചില ആളുകളൊക്കെ പങ്കുവെക്കാറുണ്ട്, അച്ഛാ പണ്ട് ഈ ബോധ്യം കിട്ടിയില്ല, പള്ളിക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു റോഡിൻ്റെ അകലുണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ പള്ളിയുടെ നേരെ മുമ്പിൽ വാടകയ്ക്ക് താമസിച്ചിട്ടും വല്ലപ്പോഴും പള്ളിയിൽ പോയിരുന്നവർ ബോധ്യം കിട്ടിയപ്പം, വെട്ടം കിട്ടിയപ്പം ജീവിതത്തിൽ പിന്നെ വിട്ടുപിരിയാനാവാത്ത വിധം എന്നും കുർബാനയിൽ പങ്കെടുക്കുക. ഏത് തിരക്കിൻ്റെ ഇടയിലും കുർബാനയാണ് അഭയം. ഏതു ജീവിതത്തിൻ്റെ വ്യഗ്രതയുടെ ഓട്ടത്തിനിടയിലും കുർബാന വിട്ടൊരു പരിപാടിയില്ല. തൊഴിലിൽ പോകുമ്പോഴും ഏതെങ്കിലും യാത്ര പോകുമ്പോഴും പിന്നീട് ബോധ്യത്തിൻ്റെ നിറവിലായിരുന്നിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു, അച്ഛാ പിക്നിക്കിന് പോയിട്ട് 60 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിൽ പോയി അനുഗ്രഹം വാങ്ങിയ കോവിഡ് കാലത്തിൻ്റെ അനുഭവം. ഒരുപാട് പള്ളികൾ അടഞ്ഞു കിടന്നപ്പോഴും ചങ്കിലിങ്ങനെ ഹൃദയത്തിലിങ്ങനെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരു പള്ളിയിൽ ചെന്ന് പള്ളിമേടയിൽ മണിയടിച്ച് അവിടുത്തെ അച്ഛനോട് ചോദിച്ച് കുർബാനയുള്ളൊരു പള്ളിയിൽ നമ്പർ വാങ്ങി 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹത്തിൻ്റെ അവകാശികളായി നിധി കിട്ടിയവരുടെ ഭാഗ്യത്തോടുകൂടെ മടങ്ങിയ അനുഗ്രഹത്തിൻ്റെ നല്ല ഓർമ്മകൾ നമുക്കുണ്ടാവട്ടെ. ഈശോടൊന്ന് പറഞ്ഞ്, ഈശോയെ നന്നായി നിന്നെയൊന്നറിയാൻ, നന്നായി നിന്നെയൊന്ന് സ്നേഹിക്കാൻ. അതാ
തോമസ് അക്വിനസ് പുണ്യം പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ അകക്കണ്ണിലൂടെ നോക്കിയാലേ ഈ അപ്പത്തിൽ ഈശോയെ കാണാൻ പറ്റും. അഗസ്റ്റിനോസ് പുണ്യൻ പറയുന്നില്ലേ, കുർബാനയ്ക്ക് വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ ചുവടിൻ്റെ പുറകിലും അനുഗ്രഹമുണ്ട്. ഇത് വിശ്വാസികളുടെ ജീവിതത്തിന് ദൈവം ഇങ്ങനെ ഔദാര്യപൂർവ്വം നൽകുക, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ ദൈവം കാത്തിരിക്കുന്ന അത്ഭുതമാണ് ഈ അപ്പം. അന്വേഷിക്കുന്നവൻ്റെ മുമ്പിൽ തുറക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലാണ് ഈ അപ്പം. മുട്ടുന്നവൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലൊക്കെ തുറന്നിടുന്ന ദൈവത്തിൻ്റെ കൃപയാണ് ഈ അപ്പം. ഈ അപ്പത്തിൽ നിന്ന് ഇനിയെങ്കിലും അകലാതിരിക്കാം. സ്നേഹത്തോടെ ഈശോയോട് പറഞ്ഞ്, ഹൃദയപൂർവ്വം ഈശോയോടെന്ന് പറഞ്ഞ്, കൈവിടല്ലേ കർത്താവേ, വിട്ടകലല്ലേ കർത്താവേ, ചേർത്ത് പിടിക്കണേ ഈശോയെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം, കൊതിയോടെ പ്രാർത്ഥിക്കാം, ദാഹിച്ച് പ്രാർത്ഥിക്കാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി ദൈവം ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടി നൽകും. തിരുവചനത്തിൻ്റെ ആത്മീയത ആര് പറഞ്ഞാലും ആര് മറന്നാലും മറക്കാത്ത സ്നേഹമായി അപ്പം എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്. ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, മോനെ മോളെ, ഒറ്റയ്ക്കല്ല നീ, തളരണ്ട. നിധി നിൻ്റെ മുമ്പിലുണ്ടായിരുന്നിട്ട്, നിധിയുടെ വാതിൽ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ട് നീ എന്തേ അവിടെ തഞ്ഞേ, എന്തേ അവിടെ അണയാഞ്ഞേ? സ്നേഹത്തോടെ നമ്മളോട് ഈശോ പറയുന്നുണ്ട്. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ഈശോ കടന്നു വരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക്. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യട്ടെ, അനുഗ്രഹവും കൃപകളും കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതനീ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കുർബാനയാകുന്ന നിധിയുടെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കുർബാനയോട് ആഭിമുഖ്യമുള്ള ജീവിതങ്ങളായി മാറാൻ കൊതിയോടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ സ്നേഹവും കരുതലും ഒക്കെ നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.